ഹായ്, ഇന്ന് നമ്മൾ കുറച്ച് വിത്തുകൾ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഇത് കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കാണിക്കണത്. കണ്ട, ഇത് മത്തനാട്ടോ. നമ്മൾ കറിക്ക് വാങ്ങിച്ച മത്തൻ്റെ വിത്തുകൾ ഒരു 5-6 എടുത്ത് ഞാൻ ചെയ്ത് നോക്കിയതാണ്. മത്തൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുമ്പളം ചെയ്തു, പക്ഷെ കുമ്പളങ്ങ വിത്ത് മുളച്ചിട്ടില്ല. പിന്നെ കയ്പയ്ക്ക് നമ്മൾ വിത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് മുളച്ചിട്ടുണ്ട്. കണ്ട, മത്തൻ്റെ വേര് നോക്കി എന്തോരം വേര വന്നാണ്. ഞാനത് ഇന്നലെ എടുക്കണ്ടായിരുന്നു, നോക്കാൻ മറന്നു. ഇത് തണ്ണിമത്തൻ്റെ കുരു മുളപ്പിച്ച് നമ്മളിത് കഴിക്കാൻ മേടിച്ചതാണ്. പിന്നെ ഇതൊക്കെ അതിൻ്റെ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ഷോപ്പിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് 2-4 പ്രാവശ്യം പോയിട്ടും കിട്ടിയില്ല. അപ്പോൾ അയാൾ ഡേറ്റ് കഴിഞ്ഞത് തന്നതാണ്. അത് കണ്ട, അതിന് കളറ് കണ്ടു നമ്മൾ വാങ്ങിക്കണ വിത്തിന്. അപ്പം മുളയ്ക്കോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നതാണ്. അപ്പോൾ ഒരു 5 മുളച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇത് വാങ്ങിച്ച തണ്ണിമത്തൻ്റെ കുരുവാണ്. അപ്പോൾ നമ്മളിതിനെ എങ്ങനെയാണ് കുഴിച്ചിടുക നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കടക്കൽ തന്നെയാണ് അടുത്തതും കുഴിച്ചിടുന്നത്. കാരണം നമുക്കിത് ഇങ്ങനെ ടെറസമ്മയ്ക്ക് കയറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഒന്നുമില്ല, നമ്മളിവിടെ വളമിട്ട് കൊടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ കടക്കിൽ ഒന്നും കൂടി ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ മത്തൻ്റെ കുരു ഇതിൽ വൃത്തിയായിട്ട് അങ്ങോട്ട് കുഴിച്ചിട്ട് കൊടുക്കുക. ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർ സുഖമായിട്ട് ഉണ്ടായിക്കോളൂ. ഉണ്ട്, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ പാവി മുളപ്പിച്ചിട്ട് ചെയ്യുന്നതാണ് ഇത്തിരിയും കൂടി തൈ നടനേക്കാളും നല്ലതായിട്ട്. എനിക്ക് ഈ വേരടിയിലേക്ക് പൊക്കോളും, ഇവർ കയറി പോവും. നമ്മളത് കഴിഞ്ഞാൽ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇവരതിനെ ഉഷാറാക്കിയാൽ മതി. കണ്ട, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഈ എന്താ പറയുക, മത്തനും കുമ്പളമൊക്കെ ഇതുപോലെ മുളച്ചിട്ട് കൊടുക്കാം. ഉണ്ട്, വെള്ളരി ഇതുപോലെ പാവി മുളപ്പിച്ച് വെച്ചത്. അപ്പം എല്ലാം ഉഷാറാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അതുപോലെ തന്നെ നോക്കിയത് മിളകും തൈ, ഇത് ഞാൻ കോട്ടൺ തുണിയിൽ മുളപ്പിച്ചിട്ടുള്ളത്. അപ്പം അത് മുളച്ചു തുടങ്ങി. കണ്ട, നമ്മുടെ തണ്ണിമത്തൻ ഇതിന് മുമ്പ് പാവിയത് മുളച്ചാൻ കുറേ പ്രാവശ്യം കടയിൽ അന്വേഷിച്ചിട്ട് എനിക്ക് വിത്ത് കിട്ടാണ്ട് ഞാൻ ഇതുപോലെ കഴിക്കാൻ മേടിച്ച തണ്ണിമത്തൻ പാവിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതുപോലെ മുളപ്പിച്ചിട്ട്. അപ്പോൾ നമുക്കറിയാം എത്ര വിത്ത് മുളയ്ക്കുമെന്ന് അറിയാലോ. അല്ലെങ്കിൽ എല്ലാം കുഴിച്ചിട്ടിട്ട് നമ്മൾ ഫ്ലോപ്പ് ആവും. കണ്ട, ഇതും അതിന് പുല്ല് അതിനത്ര അധികം വന്നാനായിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനിയും ഈ തടത്തിൽ എന്നെ കുഴിച്ചിടാൻ വേറൊരു തടം അന്വേഷിക്കേണ്ട കാര്യമില്ല. കണ്ട, അവരായും പോലെ അതിൽ കിടന്നിട്ട് ഉണ്ടാവട്ടെ. അപ്പം ഇങ്ങനെ മുളച്ചാലും അത് ഉണ്ടാവും. അതായത് ഇപ്പോൾ വേര് ഇങ്ങനെ പോയി അല്ലെങ്കിൽ അതിൻ്റെ കവറിങ് പോയി എന്ന് വെച്ചിട്ട് ഉണ്ടാവാതിരിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. അടിവളം ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഇനി ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കണ തണ്ണിമത്തൻ പാവിയാലും 2 മാസം കൊണ്ട് ഇത് കായ്ക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്താലും നമുക്കിത് വിളഞ്ഞ് കിട്ടും. അപ്പം ഇങ്ങനെ കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് കേട്ടോ. നമുക്ക് ഉണ്ടാവുമെന്ന് അറിയാലോ. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ അതൊന്നും ഇട്ട് കൊടുക്കണേന്. അപ്പം ഇതൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കി നോക്ക് നിങ്ങൾ കേട്ടോ. കണ്ട, ഇവിടെയൊക്കെ മുളച്ച് പൊന്തിയുണ്ട്. വ്യത്യാസം ഉണ്ടാക്കും. ഒരുമിച്ച് കുഴിച്ചിട്ട് തന്നെയാണ്, പക്ഷെ ടൈം വ്യത്യാസത്തിലാണ് ചിലടത്ത് ഉണ്ടാവണത്. അപ്പം നമ്മുടെ തണ്ണിമത്തൻ്റെ വിത്തുകൾ കഴിഞ്ഞു. ഉണ്ട്, ഇനി അടുത്ത് നമ്മൾ ബാക്കിയുള്ള വിത്ത് കുഴിച്ചിടാം. അപ്പം ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം ഉണ്ടാ. നമ്മുടെ വെണ്ട വരുന്നുണ്ട്, ദേ മുളയ്ക്കണു. അടുത്ത് അതുപോലെ ദേ ഇവിടെ മുളയ്ക്കണു. ഉണ്ട്, അപ്പം ഇതൊക്കെ ഇതുപോലെ ആക്കുകയാണെങ്കിൽ നമുക്ക് കേടായിട്ടുള്ള വിത്തുകൾ മാറ്റാൻ പറ്റും. അതുപോലെ നമ്മൾ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. കണ്ട, കയ്പ. ഇനി നമുക്ക് കണ്ട എന്തൊരു ശക്തിയിലാണ് നിൽക്കണ. അതിൽ കട കാണുന്നുണ്ട്. അത് മാന്തി തുളച്ചേർന്ന് തന്നെ പോയിട്ട് ഇതേ ഇവിടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ദിവസത്തെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവർ ഉഷാറായിട്ട് വരും. 2 കയ്പത്തുണ്ടായിരുന്നു, അതെവിടെ മിസ്സായി നോക്കിയോട്ടെ. അപ്പോൾ ഇതൊരു 10 ദിവസത്തെ ആയല്ലോ. അപ്പോൾ 10 ദിവസത്തെ ഗ്യാപ്പിലാണ് അടുത്ത ചെടി വരിക. അപ്പോൾ നമുക്ക് കായ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. നല്ല കരുത്തിലല്ലേ നിൽക്കണേ. കൃഷിഭവനിൽ നമ്മൾ വാങ്ങിച്ച തയ്യിൽ 5-8 മേടിച്ചില്ല. ഒരെണ്ണമാണ് ഈ നിലയ്ക്ക് നിൽക്കണം. ബാക്കിയൊക്കെ എൻ്റെ വാടിയിട്ടും കരിഞ്ഞുരുകിയ പോലെയൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉപേക്ഷിക്കില്ല, അതെന്തായാലും റിസൾട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത്. ഇനി അതുപോലെയാണ് നമ്മുടെ കുക്കുംബർ, നമ്മുടെ സാലഡ് കുക്കുംബറും ഉണ്ട്. അപ്പോൾ അതും അതുപോലെ ഇപ്പോൾ 4 മുളച്ചുണ്ട്. കണ്ട, അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരെണ്ണം കൂടി നട്ടു കൊടുത്തു. അതുപോലെ തന്നെ നമ്മളത് പയറ് കോട്ടൺ തുണിയിൽ മുളപ്പിച്ചിട്ട് ഇതേ വെച്ച് കൊടുത്തു. കണ്ട, ഇപ്പോൾ ചിലപ്പോൾ ഈ കുമ്പളം വിത്ത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ മുളയ്ക്കായിരിക്കും. അത് കുറഞ്ഞ് ഞാൻ കളയണില്ല. നമുക്ക് നോക്കി നോക്കാം എത്ര ദിവസം വേണമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇന്ന് പുതിയ തൈകളും വിത്തുകളൊക്കെ കുഴിച്ചിട്ടതും ഏതുവരെ ആയി എന്നുള്ളത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.